നമസ്കാരം പ്രേക്ഷകരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രണ്ടാം സെമി ഫൈനൽ പോരാട്ടം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ കളിത്തട്ടകത്തിൽ നടക്കുകയാണ്. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം. കഴിഞ്ഞ സെമി നമ്മൾ കണ്ടതാണ്, ഒരു വൺ സൈഡഡ് ഗെയിം ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയെ നിലം പരിശാക്കി. എന്തുകൊണ്ട് ചോക്കേഴ്സ് എന്ന വിളിപ്പേര് സൗത്ത് ആഫ്രിക്ക നിലനിർത്തുന്നതെന്ന് അവർ വീണ്ടും തെളിയിച്ചു. ഫിന്നലൻ, ടിം സൈഫേർട്ട് എന്ന രണ്ട് പ്രതിഭാശാലികൾ ന്യൂസിലൻഡിന് വേണ്ടി 14 ഓവറിനുള്ളിൽ കളി തീർത്തത് നമ്മൾ കണ്ടതാണ്. ന്യൂസിലൻഡ് അങ്ങ് എടുത്ത് തൂഫാനാക്കി സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സിനെയൊക്കെ എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ മത്സരം അതുപോലെ തന്നെ നിർണായകമാണ്. ഇന്ത്യക്ക് ജയിച്ചേ മതിയാവൂ. ഫൈനലിൽ കാത്തിരിക്കുന്നത് ന്യൂസിലൻഡാണ്. ആരാകും പോകുന്നത്, ഇന്ത്യയോ ഇംഗ്ലണ്ടോ? നമുക്ക് ചർച്ച ചെയ്യാം. ഒരു പ്രത്യേക സെഗ്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ അരമണിക്കൂർ അടുത്ത് വരാൻ പോകുന്നത് നമ്മൾ ഈ മത്സരത്തെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുന്നത്. എന്നോടൊപ്പം ലല്ലു ചേട്ടൻ കൂടി ചേരാം. ലല്ലു ചേട്ടാ, ഇത് പ്രധാനമായിട്ടും ഈ മത്സരം ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചരിത്രങ്ങളുണ്ട്. T20 ലോകകപ്പിൽ തന്നെ ചരിത്രങ്ങളുണ്ട്. പക്ഷേ ചരിത്രങ്ങളുടെ പേപ്പറെല്ലാം മാറ്റി വയ്ക്കുമ്പോൾ സഞ്ജുവിനെ പറ്റി ആദ്യം സംസാരിക്കാം. ലൈഫ് ടൈം ഒരു ഇന്നിങ്സ് കളിച്ചിട്ടാണ് നമ്മുടെ തിരുവനന്തപുരംകാരൻ അടുത്ത ഈ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ പോകുന്നത്. 50 പന്തിൽ നിന്ന് 97 ഒരു മാജിക്കൽ ഇന്നിങ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹെവിലി റിലയബിളായി നിൽക്കാൻ പോകുന്നത് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ആണ്. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു ATM നിന്ന് പൈസ വരുമ്പോൾ എല്ലാം 500 അങ്ങോട്ട് വരുമെന്ന് വിചാരിക്കരുത്. ഒരു ഇന്നിങ്സ് സഞ്ജു കളിച്ചു. അത് ഈ പറഞ്ഞ പോലെ ഈ സഞ്ജുവിൻ്റെ ലൈഫ് ടൈം ഇന്നിങ്സാണ്. കാരണം മറ്റാരും പെർഫോം ചെയ്യാതിരുന്നൊരു മത്സരത്തിൽ ഒരു ഫസ്റ്റ് ബോൾ തൊട്ട് വിന്നിംഗ് ഷോട്ട് കളിക്കുന്ന ഒരാൾ, അയാൾ ക്രിസിൽ നിന്നു. ഒരു 97 നോട്ട് ഔട്ട് എന്ന ഉഗ്രൻ സ്കോർ വന്നു. അതും ഒരു പ്രഷറും ഇല്ലാതെ ഹർഷ ഭോഗലെയും വിശ്വാസത്തിലേക്ക് പറയുമ്പോൾ സന്യാസിമാർ നിന്ന് ബാറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് ഇന്ന് പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ആഗ്രഹിക്കാം. ആ ഒരു ഫോമും ആ ഒരു ആറ്റിറ്റ്യൂഡും സഞ്ജു തുടരണമെന്ന് ആഗ്രഹിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നൊരു ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ്, അല്ലേ? അത് വെസ്റ്റ് ഇൻഡീസ് അല്ല, ഇംഗ്ലണ്ടാണ് നമുക്ക്. അതായത് എനിക്ക് തോന്നുന്നു ഈ 2020 ക്രിക്കറ്റിൽ ഏതാണ്ട് ഒരേ ആറ്റിറ്റ്യൂഡുള്ള രണ്ട് ടീമുകളാണ് കളിക്കിറങ്ങുന്നത്. അതായത് ഇറങ്ങി അടി എന്ന് പറഞ്ഞാൽ ഇതല്ല, ഈ രണ്ട് ടീമിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. അപ്പോൾ പരീക്ഷിക്കപ്പെടാൻ പോണത് ഈ രണ്ട് ടീമിലെയും ബൗളർമാരാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒന്ന് വാങ്കഡയാണ്. വാങ്കഡെ എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് എത്രത്തോളം പരിചിതമാണോ അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ടീമിനും പരിചിതമായ ഗ്രൗണ്ടാണ്. ഏതാണ്ട് ഇംഗ്ലണ്ട് ടീമിലെ ഇന്നിപ്പോൾ ഇറങ്ങുന്ന ടീമിൽ 6-7 പേര് IPL കളിക്കുന്നവരാണെന്നാകുന്നത്. ഇവർക്കെല്ലാം ഈ കണ്ടീഷൻസ് വളരെ നന്നായിട്ട് അറിയാവുന്ന കളിക്കാരാണ്. പിന്നെ ഒരു അൾട്ടിമേറ്റ് ബാറ്റിംഗ് പിച്ചിലേക്കാണ് ഇന്ന് കളി നടക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബൗളർമാരായിരിക്കും. സഞ്ജുവിനെ സംബന്ധിച്ച് കഴിഞ്ഞ കളിയിലെ ഫോം അത് കണ്ടിന്യൂ ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ലെന്നാണ്. കാരണം കാത്തിരുന്ന് കിട്ടി, അങ്ങനെ ഇത്ര കാലം വെയിറ്റ് ചെയ്ത് കിട്ടിയ ഒരു ചാൻസാണ്, അല്ലെങ്കിൽ ഒരു അവസരമാണ് സഞ്ജു കഴിഞ്ഞ ദിവസം അത് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചത്. അപ്പോൾ ആ ഒരു ഫോം എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകും എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഈ പറഞ്ഞ പോലെ ഈ ഇംഗ്ലണ്ടിൻ്റെ ഒപ്പം നമ്മളിന്നിപ്പോൾ ഏറ്റവും പേടിയോടെ കാണുന്നത് ഇപ്പോൾ ഒരുപക്ഷെ ആർച്ചറാണ്. അത് വേറൊരു പ്രശ്നമുണ്ട്. ആർച്ചർ സഞ്ജു തമ്മിലുള്ള കോൺടെസ്റ്റിൽ സഞ്ജു ഇപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ളൂ. അവർ രണ്ടും ഒരു ടീമിനാണ് ഈ IPL ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതും ആർച്ചറിന്റെ ഫ്രണ്ടിൽ സഞ്ജു പരാജയപ്പെടുന്നതാണ് പതിവ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ആരുടെയൊക്കെ മുന്നിൽ പരാജയപ്പെട്ടോ അല്ലെങ്കിൽ സ്പിന്നിന് മുന്നിൽ സഞ്ജു ഭയങ്കര വീക്കാരെന്ന് നമുക്കറിയാം. പക്ഷെ കഴിഞ്ഞ കളിയിൽ അത് നന്നായിട്ട് ടാക്കിൾ ചെയ്താണ് കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിന്റെ പോയിന്റിലൂടെ അടിക്കുന്നത്. ഇത് നമ്മൾ പോയിന്റിലൂടെ കളിച്ച് സഞ്ജുവിന് വീക്കസ്റ്റ് ആണെന്ന് തരുന്ന പൊസിഷനിലാണ് കളിച്ചത്. സഞ്ജു അങ്ങനെ അധികം സ്വീപ്പ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അത് ടാക്കിൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ആർച്ചറിനെ കളിക്കാനും അതുകൊണ്ട് തന്നെ കാരണം അത്ര കോൺഫിഡൻസ് നിൽക്കുന്ന ഒരു കളിക്കാരന് ഇനിയിപ്പോൾ ഏത് ബൗളർ എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമാവില്ല. ആർച്ചറിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് നമുക്കറിയാം, നല്ല ഫാസ്റ്റ് ഷോർട്ട് ബോൾ. സഞ്ജുവിൻ്റെ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിട്ട് നമ്മൾ കാണുന്നതും ഈ വരുന്ന ഷോർട്ട് ബോളിൽ അറിഞ്ഞ് മറ്റേ ഇത് രണ്ടുമാണ് സംഭവിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കളിയിൽ അങ്ങനെ ഒരു ഷോട്ട് പോലും സഞ്ജുവിനെ കണ്ടില്ല എന്നൊരു ആലോചിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം പ്രിപ്പയർഡും അത്രത്തോളം കോൺഫിഡൻറ്റുമാണ് സഞ്ജുവെങ്കിൽ ഇന്ന് ആർച്ചറും നമുക്കൊരു വിഷയമാണ്. അല്ല, പക്ഷേ ഞാൻ അധികം ചോദിച്ചോട്ടെ, ഇന്നലെ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു അങ്ങനെ കളിക്കണമായിരുന്നു. ഒരു കാം ഇന്നിങ്സ് വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സഞ്ജു കളിച്ചത്. പക്ഷേ ഈ ഇന്ത്യൻ ടീമിനെ മൊത്തം നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാവരും ആദ്യത്തെ ബോൾ അടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് വരുന്നത്. അപ്പം ഇതേ കളി തന്നെ നമ്മൾ ഇതും പ്രതീക്ഷിക്കണം എന്നാണ് ഇന്നെനിക്ക് തോന്നുന്നു. സാഹചര്യത്തിന് അനുസരിച്ച് ഇപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യണേ ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ഈ ഒരു ആറ്റിറ്റ്യൂഡ്, കാരണം മാക്സിമം സ്കോർ എന്നുള്ളത് ഇതിനകത്ത് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം ഈ അഭിഷേക് ശർമ്മയുടെയും ഇഷാൻ കിഷനെയൊക്കെ നമുക്ക്
ഈ വേൾഡ് കപ്പിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അഭിഷേകൻ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇനിയും പറയാറില്ല. ഒരു കളിയിൽ മാത്രമാണ് അഭിഷേക് ഒരു 50 അടിച്ചേക്കുന്നത്. എല്ലാ കളിയിലും ഈ പറഞ്ഞ പോലെ സ്പിൻ ഗണിയിൽ വീഴുന്നൊരു പതിവുണ്ടായിരുന്നു. ഇന്നും ഈ വിൽ ജാക്സാണ് ബൗളിംഗ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും സൂക്ഷിക്കണം, സൂക്ഷിക്കണം. അപ്പം വിൽ ജാക്സന്റെ കയ്യിൽ അഭിഷേക് വീണ് പോയാൽ ഈ പറഞ്ഞ പോലെ ഒരാളവിടെ ആങ്കർ റോളിൽ വേണമെന്നുള്ളത് ഒരു, കാരണം സ്കോർ എത്രയായാലും അത് എൻ്റെ വരെ കഴിഞ്ഞ കളിയിൽ അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇന്നും അങ്ങനെ ഒരു ഷീറ്റ് ആങ്കർ റോളിലേക്ക് സഞ്ജു മാറേണ്ടി വന്നാലും സ്കോർ റൊട്ടേറ്റ് ചെയ്യുക, മാക്സിമം റൊട്ടേറ്റ് ചെയ്ത് കളിക്കുക എന്നുള്ളതായിരിക്കും. ഈ പറഞ്ഞ പോലെ ആദ്യം ബാറ്റ് ചെയ്യണമെങ്കിൽ പക്ഷെ നമുക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല. ആദ്യം ബാറ്റ് ചെയ്ത ഒരു നല്ല സ്കോർ, കാരണം ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് തരാൻ വെറുതെ പേപ്പർ നോക്കിയാൽ നമുക്ക് തലറും സത്യം. ആദ്യ റഷീദൊക്കെ ഇറങ്ങി അടിക്കുന്ന അടി, അപ്പം അതുപോലെ സ്ട്രോങ് ആയിട്ടൊരു ബാറ്റിംഗ് തരാണ്. ഒരു 190, 200+ സ്കോർ എങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. പാടായിരിക്കും. അതിപ്പോൾ ഏത് ടീമിനാണെങ്കിലും 2 ടീമിനും വേണമെങ്കിലും പാടായി. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് 2 ടീമുകളുടെയും ആദ്യത്തെ 6 ഓവർ വളരെ ക്രൂഷ്യലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വിൽ ജാക്സ് വരികയാണെങ്കിൽ തന്നെ ആർച്ചറും പവർ പ്ലേയിൽ എറിയും, ഉറപ്പായിട്ടും അറിയാം. 2 ഓവറെങ്കിലും മിനിമം ആർച്ചർ എറിയും. ആ കോൺടെസ്റ്റ് ഇന്ത്യക്ക് ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ അഭിഷേകും സഞ്ജുവും 6 ഓവർ കടന്നു കിട്ടിയ പിന്നെ ഗെയിം നമ്മുടെ കയ്യിലാണ്. ഡെഫിനറ്റ്ലി. കാരണം ഈ പറഞ്ഞ പോലെ പവർ പ്ലേ എന്നുള്ളത് ഏറ്റവും ക്രൂഷ്യൽ. ഈ പവർ പ്ലേയിൽ ഇന്നർ സർക്കിളിന് മുകളിൽ കൂടെ വാൾ പൊക്കി കളയുന്ന പരിപാടി ഈ അഭിഷേക് ഏറ്റവും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അതായിരുന്നു. അഭിഷേകിനെ പക്ഷേ വളരെ കൃത്യമായി നമ്മൾ ഇതുവരെ കളിച്ച ടീമുകളിലെല്ലാവരും അഭിഷേകിനെ പഠിച്ചാണ് അഭിഷേകിൻ്റെ ഓരോ വിക്കറ്റ് എടുത്ത് സൗത്ത് ആഫ്രിക്ക പ്രത്യേകിച്ച് സ്ലോ ബോൾസ് ഇട്ടുകൊണ്ടിരുന്നു നിരന്തരം ഇട്ട് പ്രോത്സാഹിപ്പിച്ച് പറ്റിച്ചെടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓഫ് സ്പിന്നിലും ഈ പേസർമാരെ കളിക്കുന്നതും സ്പിന്നർമാരെ കളിക്കുന്നതും ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. അഭിഷേകിന് ഇട്ടുകൊണ്ട് പോയിട്ടുള്ള അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും നിർണായകമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് ഉണ്ടായിരിക്കും. കാരണം അഭിഷേക് ശർമ്മ ഫോമിലെത്തിയാൽ നമുക്കറിയാം അവർ ആദ്യത്തെ ഒരു 15 റണ്ണൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഭിഷേകിനെ പിടിച്ചാൽ കിട്ടാത്ത ബാറ്റ്സ്മാനാണ്. അത്തരത്തിൽ അഭിഷേക് ഇന്ന് ക്രീസിൽ നിന്നാൽ ഒരു ഹ്യൂജ് സ്കോറിലേക്ക് ഇനി പോകും. അതിനകത്ത് ഒരു സംശയം വേണ്ട, ഹ്യൂജ് സ്കോറിലേക്ക് തന്നെ പോകും. അപ്പോൾ അഭിഷേകിനെ എടുക്കുക എന്നുള്ളതായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ ഇന്നത്തെ, കാരണം ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളൊന്ന് ഇന്ത്യൻ ടോപ്പ് ഓർഡർ ആയിരിക്കും. ആദ്യത്തെ ഒരു 2-3 വിക്കറ്റ് ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം ഈ സൂര്യകുമാർ യാദവ്, പിന്നെ തിലക് വർമ്മ, അത് കഴിഞ്ഞ് തിലക് വർമ്മ കഴിഞ്ഞ് പിന്നെ ശിവൻ ദുബെ, ഹാർദിക് പാണ്ഡ്യ, ഇവരൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് അത് അനുഭവമുണ്ട്. കഴിഞ്ഞ പല കളികളിലും ഈ ആദ്യത്തെ 2-3 വിക്കറ്റ് പോയതിനു ശേഷം നമ്മളൊന്ന് പമ്മും, നമുക്ക് ആ ഒരു മൊമെൻ്റം കിട്ടത്തില്ല. അപ്പോൾ ആദ്യത്തെ 2-3 വിക്കറ്റുകൾ അല്ലെങ്കിൽ പവർ പ്ലേയിൽ മാക്സിമം 1-2 വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിഞ്ഞാൽ ഒരു ടേക്ക് ഓഫ് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇംഗ്ലണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സഞ്ജുവിന് ഈ ആർച്ചറിനോടുള്ള ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ, അതൊക്കെ മുതലാക്കാനുള്ള ശ്രമം ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തുണ്ട്. അതിന് ടാക്കിൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. യെസ്, അത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഒരാളെ പറ്റി പ്രത്യേകം പറഞ്ഞല്ലോ ചേട്ടാ, അത് വിൽ ജാക്സിനെ പറ്റിയാണ്. അതായത് ഈ ഇംഗ്ലണ്ട് ടീമിൽ ഏവരും പ്രതീക്ഷിച്ചത് ബട്ട്ലറും സോൾട്ടും ഒക്കെ തിളങ്ങുമെന്നാണ്. പക്ഷേ അവരിൽ നിന്ന് ഒരു തരത്തിലുമുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇംഗ്ലണ്ടിന് കിട്ടിയിട്ടില്ല. ബട്ട്ലർ 2 തവണ മാത്രമാണ് ഒരു 20+ സ്കോർ കടന്നത്, ബാക്കി എല്ലാം സിംഗിൾ ഡിജിറ്റാണ്. പക്ഷേ ബട്ട്ലർ, ഞാൻ ഇപ്പോൾ വിൽ ജാക്സിലേക്ക് വരുന്നതിന് മുമ്പ് ബട്ട്ലറിനെ ഭയക്കണം. ഐറണി ആയിരിക്കും, ഒരുപക്ഷെ ഐറണി ആയിരിക്കാം, ബട്ട്ലർ ഈ ടൂർണമെൻറ്റിലേ തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും വാങ്കഡയിൽ ബട്ട്ലറിൻ്റെ ഒരു റെക്കോർഡ്, പിന്നെ ഈ ഇതുപോലെ ഫൈനൽസിലൊക്കെ ബട്ട്ലർ കളിക്കാൻ പോണ ഒരു ഗെയിം, എനിക്ക് ഏറ്റവും പേടി ബട്ട്ലറിനെയാണ്. ഈ ബിഗ് മാച്ചിൻ്റെ പ്ലെയറാണ്, അങ്ങനെ ഒരു വലിയ വലിയ മാച്ചുകളുടെ പ്ലെയറാണ് ബട്ട്ലർ നമുക്ക് പറയണം. അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ആരൊക്കെയാണ് നമ്മുടെ ബൗളർമാർ, ഇപ്പോൾ ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി, അതുപോലെ തന്നെ അഷ്ദീപ്, ഇവരെല്ലാം ഈ IPL ഇട്ട് തലങ്ങമ്പലം കളിച്ചിട്ടുള്ള കളിക്കാരനാണ് ബട്ട്ലർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഏതെങ്കിലും പുതിയ ഡെലിവറി കൊണ്ടുവരേണ്ടി വരും ബട്ട്ലറിനെതിരെ. ഈ ബട്ട്ലർ ഫോമിലല്ല എന്നുള്ളത് മാത്രമേ നമ്മുടെ ഒരു ആശ്വാസം. 20+ വന്നിട്ടില്ല, പക്ഷേ അത് ഏത് നിമിഷം കത്താവുന്ന ഒരു ഔട്ടാണ് എന്ന് മാത്രം നമുക്ക് ബട്ട്ലറിനെ കുറിച്ച് പറയും. ഈ പറഞ്ഞു വന്നപ്പോൾ വിൽ ജാക്സിൻ്റെ കഥ, 4 മാൻ ഓഫ് ദി മാച്ച് ഈ വേൾഡ് കപ്പിൽ വിൽ ജാക്സ് എടുത്തു കഴിഞ്ഞു. ഈ 4 മാൻ ഓഫ് ദി മാച്ച് വിൽ ജാക്സിൻ്റെ ബാറ്റിംഗ് എബിലിറ്റി കൊണ്ട് മാത്രമല്ല, എത്ര വിക്കറ്റാണ്, ബോളിംഗ് കൂടിയാണ്. ഓരോ മത്സരത്തിനും വിക്കറ്റ് മാത്രമല്ല, അങ്ങനെ വന്ന് ഒരു 2020 മാച്ചിൻ്റെ ഓപ്പണിംഗ് ബൗളറായി വരിക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. പുള്ളി ഒന്ന് ബൗളിംഗ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ വിൽ ജാക്സിനെ പേടിക്കണം. അത് ബാറ്റിൻ്റെ രൂപത്തിലായാലും ബോളിൻ്റെ രൂപത്തിലായാലും വിൽ ജാക്സിനെ പേടിക്കണം. ഏറ്റവും പേടിക്കേണ്ട കളിക്കാരുടെ ഒരാൾ വിൽ ജാക്സൺ. ബട്ട്ലർ എപ്പോഴും വേണമല്ലോ ഫാം ആവും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും വിൽ ജാക്സിനെ പറ്റി നമ്മൾ സംസാരിക്കും. പക്ഷേ ഈ സാം കറൺ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് പ്രതീക്ഷിച്ചെടുത്ത് ബൗളിങ്ങിൽ സാം കറൺ വീക്ക് ആവുന്നുണ്ട്. ഈ ബാറ്റിങ്ങിലാണെങ്കിൽ പോലും ഒരു റണ്ണ ബോളിൽ ആവറേജിലാണ് സാം കറൺ കളിക്കുന്നത്. ഒരു ഫിനിഷർ റോളിൽ ഇംഗ്ലണ്ട് പ്രതീക്ഷിക്കുന്ന പോലെ സാം കറനെ കിട്ടുന്നില്ല.
അതും ഒരു ചെറിയൊരു തലവേദനയാണ്. നമുക്കത് മുതലാക്കാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. സംഘടന കൊടുത്ത് നന്നായി ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ്. കാരണം തള്ളിക്കളയാൻ പറ്റത്തില്ല, എപ്പോ വേണോ കളിക്കാം. പക്ഷേ ഈ ചില കളികളിലൊക്കെ ഈ ഡെത്ത് ഓവറുകളിൽ സംഘടന യോർക്കർ ബാളുകൾ അസാധ്യമായിട്ട് യോർക്കർ ഒരു ബൗളറാണല്ലോ. ഈ പറഞ്ഞാൽ ബാറ്റിങ്ങിൽ പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിലേക്ക് സംഘടന ഉയരാൻ പറ്റിയില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ സംഘടനയുടെ ബോളുകൾ നമ്മൾ പേടിക്കണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് ഹാൻഡർമാരാണ് നമ്മൾ കൂടുതൽ. ഈ ബോൾ പിച്ച് ചെയ്ത് അകത്തേക്ക് വരുന്ന ബോളുകൾ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഈ ഇൻസിംഗിങ് ബോളുകളിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബോളർ എന്നുള്ള സംഘടന ഇൻസിംഗ് ബോളുകൾ കളിക്കാനുള്ള ഒരു ഇപ്പം ശിവന്തുവൊക്കെ കളിക്കും, ലോഫ്റ്റ് ഷോട്ടുകളൊക്കെ ഗംഭീരമായിട്ട് കളിക്കുന്ന സുന്ദരനായ ബാറ്റ്സ്മാനാണ്. പക്ഷേ ഈ അകത്തേക്ക് വരുന്ന ബോളുകൾ ആയിരിക്കും സംഘടന ഏറ്റവും വലിയ ഒരു ആയുധം. അത് കളിക്കുന്നതനുസരിക്കും ആ സംഘടന 4 ഓവറുകളും നമ്മൾ പേടിക്കേണ്ട ഓവറുകളാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ മത്സരം എടുത്ത് നോക്കി, ഇപ്പോൾ USA-ക്കെതിരെ കളിച്ചത് സൂര്യകുമാർ യാദവാണ്. അങ്ങനെ ഓരോ ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ചത് സഞ്ജു ആണ്. ഓരോ മത്സരത്തിലും ഓരോരുത്തരാണ് വന്ന് എടുക്കുന്നത്. നമ്മളിപ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ള എഫേർട്ട് പറഞ്ഞാൽ പോലും ഒരാൾ സ്റ്റെപ്പിൻ ചെയ്യും ഒരു നിർണായകമായ മത്സരത്തിൽ. നമ്മളൊരു ചുമ്മാ ഒരു പ്രഡിക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ആരായിരിക്കും? ചുമ്മാ ഒരു പ്രഡിക്ഷൻ. എൻ്റെ ഒരു പ്രഡിക്ഷൻ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ നമ്മുടെ ഒരു കീ പ്ലെയർ നമ്മൾ ഇന്നത്തെ വരുൺ ചക്രവർത്തി അവനുള്ള സാധ്യതയുണ്ട്. എല്ലാ മത്സരങ്ങളിലും കഴിഞ്ഞ 2-3 മത്സരങ്ങളിലായിട്ട് 10 റൺസ് പെർ ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. പിക്ക് ചെയ്യുന്നുണ്ട് വരുൺ ചക്രവർത്തി. പക്ഷേ വിക്കറ്റ് എടുക്കുന്നുണ്ട് എല്ലാ കളിയിലും, ഒരു വിക്കറ്റെങ്കിലും. വിക്കറ്റ്ലെസ് അല്ല ഒരു കളി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വരുൺ ചക്രവർത്തി. കാരണം വരുൺ ചക്രവർത്തി പുള്ളിയുടെ ഒരു ഋതം കണ്ടെത്തി കഴിഞ്ഞ പിന്നെ പുള്ളി കളിക്കാൻ വലിയ പാടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഏത് ബോൾ കിട്ടിയാലും അടിക്കാൻ നിൽക്കുന്ന ഈ ഇംഗ്ലണ്ട് ടീമാണല്ലോ. പിന്നെ വരുണിൻ്റെ ചില പ്രത്യേകത ബാറ്റ്സ്മാൻമാരെ കളിപ്പിച്ച് മറ്റേ ബോൾ ലോഫ്റ്റ് ചെയ്യിച്ച് അതകത്ത് വീണാൽ കിട്ടൂല്ല 6 എന്നുള്ള മട്ടിലാണ്. പക്ഷേ പലപ്പോഴും ആ തന്ത്രം വിജയിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും വരുണിൻ്റെ ചില ബോളുകൾ കളിക്കാൻ പാടാണ്. ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് പിടുത്തം കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് വരുൺ തന്നെയായിരിക്കും ഇന്ന്. പിന്നെ ആസ് യൂഷ്വൽ ബുംറയുടെ 4 ഓവറുകൾ നിർണായകമായിരിക്കും. കാരണം ഇപ്പോഴും ബുംറയുടെ ഒരു ക്ലാസ് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടാണ്. ഒരു ഓവറിൽ ആ 2 വിക്കറ്റാണ് ഈ വെസ്റ്റ് ഇൻഡീസ് മാറ്റിയത്. ആ 2 വിക്കറ്റുകൾ പെട്ടെന്നുള്ള 2 വിക്കറ്റുകളാണ്. ബുംറ എപ്പോഴും ബുംറ നമ്മൾ അത് വേറെ ഐറ്റം എന്ന് പറയും, മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതിനകത്ത് ഇറങ്ങുന്നു. അഷ്ദീപിൻ്റെ കാര്യത്തിലും ആശങ്കയുണ്ട്. കഴിഞ്ഞ കളിയിൽ തല്ലുമടിച്ച ഒരു ഓവറിൽ മാത്രമാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. അതിന് മുമ്പ് 20-23 റണ്ണൊക്കെ ഒരു ഓവറിൽ കൊടുക്കുന്ന രീതിയിൽ അഷ്ദീപ് തല്ല് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിക്കാൻ നിൽക്കുന്ന ടീമിനടുത്തോട്ടാണ് ചെല്ലുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഒരു പതിവ് ബാസ്ബോൾ ക്രിക്കറ്റ് തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് പ്രതീക്ഷിക്കുക. അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരിനി ഫൈനലിൽ കളിക്കിറങ്ങിയാലും അവർ ആറ്റിറ്റ്യൂഡ് അങ്ങനെ മാറുന്നൊരു ടീമൊന്നുമല്ല അവർ. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഈ വേൾഡ് കപ്പിൽ കണ്ടത് ഈ ഇടംകൈ ബാറ്റ്സ്മാൻമാരുടെ ഒരു ആധിക്യം ഉണ്ടല്ലോ. അപ്പോൾ സഞ്ജുവും കൂടെ ടീമിൽ വന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വേൾഡ് കപ്പിൽ ശരിയായ 11 കണ്ടെത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെതർലൻഡ്സുമായിട്ടുള്ള കളിയിലാണ്. സത്യം സൂചിപ്പിച്ചു കഴിഞ്ഞത്. ആ ബാറ്റിംഗ് ഓർഡർ മാറ്റിയപ്പോൾ ടീമേ മാറി. ഇപ്പോൾ തിലക് വർമ്മയെ ഇന്നർ 3-ൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ താഴെ ഇറക്കിയപ്പോഴേക്കും തിലക് പ്രൂവ് ചെയ്തു എനിക്ക് എവിടെ വേണമെങ്കിലും ബാറ്റ് ചെയ്യാന്നുള്ളത്. ഈ പറഞ്ഞ പോലെ തിലകിന് ആ ഒരു ഫിനിഷർ റോള് ആയിരുന്നു ആ കളിയിൽ ഏറ്റവും തിലക് ആപ്റ്റ് റോളായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ കളിയിലായാലും തിലക് വന്ന് തിലകിന്റെ പാർട്ട് കളിച്ചിട്ട് തിലക് പോയി. നല്ല ഇന്നിങ്സ് ആയിരുന്നു. അത് തന്നെ ഈ അവസാനം ഇറങ്ങി വരുന്ന നമ്മുടെ ശിവൻ ദുബൈക്ക് എന്നുള്ള നിർണായകമായ 2 4 തന്നെയാണ്. ആർക്കൊരു ബാൾ കിട്ടിയാൽ ബോൾ കളിയില്ല. അത്തരത്തിൽ ഈ സഞ്ജു കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു ഓപ്പണിങ്ങിലൊരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷനായി. എപ്പോഴും ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് കോമ്പിനേഷനാണ് അവിടെ നല്ലത്. കാരണം 2 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർ 2 റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർ വന്നിരുന്നാലും ബൗളർമാർക്ക് റിതം കണ്ടെത്താൻ കഴിഞ്ഞ പിന്നെ എളുപ്പമാണ്. ഇത് പക്ഷേ ബാറ്റ്സ്മാൻമാർ സ്ട്രൈക്കർ റൊട്ടേറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനും ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനും കൂടെ മാറി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഭയങ്കര അഡ്വാൻറ്റേജാണ്. ആ അഡ്വാൻറ്റേജാണ് കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ സഞ്ജു വന്നതിന് ശേഷം ഓപ്പണിംഗ് ഓർഡറിൽ വന്നൊരു മാറ്റവും നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല. കാരണം ഈ അത്തരത്തിലൊരു കോമ്പിനേഷൻ വന്നുകൊണ്ടാണ്. ഇഷാൻ കിഷൻ തൊട്ട് പുറകെ വരുന്നു, അത് കഴിഞ്ഞ് സൂര്യകുമാർ വരുന്നു. കൃത്യ 11 നല്ല ഏറ്റവും കൃത്യമായ 11 ഈ വേൾഡ് കപ്പ് കണ്ടെത്തിയ ആ കളിയിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, ഒരു പോരായ്മയല്ലേ അത്. നമ്മൾ നെതർലാൻഡ്സ് വരെ വേണ്ടി കാത്തിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ടീമിന് ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത് ഒരു ഐറണി അല്ലേ അത്? അല്ല, അവിടെ ഈ പ്രശ്നമാണ്. അതായത് ഓപ്പണർ എന്ന് പറഞ്ഞ ടീമിലേക്ക് വരുന്ന സഞ്ജുവും ഈ ന്യൂസിലൻഡിനെതിരെയുള്ള 5 കളിയിലും സ്കോർ ചെയ്യാതെ വന്നപ്പോൾ അവര് ഈ കോമ്പിനേഷൻ മാറ്റാൻ നിർബന്ധിതല്ല. അവിടെയാണ് ഈ അടുത്ത ചോദ്യം. ഇനി അഥവാ ഇന്ത്യ ഇന്ന് കളി ജയിക്കുകയാണെങ്കിൽ ഫൈനലിൽ ആ 5 മത്സരങ്ങൾ
തിളങ്ങാത്ത സഞ്ജുവിനെ T20 ലോകകപ്പിൽ മാറ്റി ഒരു വലിയ പ്രതികാരം കൂടെ പ്രതീക്ഷിക്കാൻ. പിന്നല്ലാതെ അതായത് ആ 5 മത്സരങ്ങൾ മറക്കുക എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. 5 മത്സരം അത് കഴിഞ്ഞതാണ്. പക്ഷേ ഇതൊരു വേറൊരു മാച്ചാണ്, വേറൊരു ആംബിയൻസ് ആണ്. അപ്പോൾ അത് മറക്കാം. പക്ഷെ ഞാനീ പറഞ്ഞത് ഈ ആ കോമ്പിനേഷനിൽ നിന്ന് മാറി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സഞ്ജുവിനെ പരീക്ഷിക്കാതെ വന്നപ്പോഴാണ്, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക എന്നുള്ള ടീമിനെതിരെ സഞ്ജുവിൻ്റെ മുൻകാല റെക്കോർഡുകൾ എന്താണ്, മുൻകാല പെർഫോമൻസുകൾ എന്താണെന്ന് പോലും ആലോചിക്കാതെ സഞ്ജുവിനെ മാറ്റി പരീക്ഷിച്ചപ്പോഴാണ് 76 റൺസിന് തോൽവി എന്ന് പറഞ്ഞാൽ സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു കളിയിൽ നമ്മൾ തോറ്റിട്ടില്ല. എന്തൊരു തോൽവിയാണ് ഇങ്ങനെയൊക്കെ തോൽക്കാം. ആ തോൽവി കാരണം മാത്രം അവസാനം നെറ്റ് റൺ റേറ്റ് വരെ ചോദ്യങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അതൊക്കെ ഒരു പഴം കഥ. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഉറപ്പായിട്ടും എൻ്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ചിട്ട് ഇന്ത്യ ഒരു അൺചേഞ്ച്ഡ് ടീമായിട്ട് തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്. ഈ കോമ്പിനേഷൻ വലിയ മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതേ ടീം തന്നെയായിട്ട് ഇറക്കുന്നത് അത് തന്നെയാണോ സാധ്യത? അതേ ടീം തന്നെ ആയിരിക്കും സാധ്യത? എങ്ങാനും ഒരു കുൽദീപ് യാദവിനെ കൊണ്ടുവരാൻ, ആദിൽ റഷീദ് അപ്പുറത്തൊരു ലെഗ് സ്പിന്നർ ഉണ്ട്, കുൽദീപ് യാദവിനെ ഒന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ ഒരു സാധ്യത ഉണ്ടോ? സാധ്യത. പക്ഷേ കുൽദീപിനെ കൊണ്ടുവന്നാൽ അവിടെ അക്ഷർ പട്ടേലിനെ മാറ്റേണ്ടി വരും എന്നുള്ള തോന്നുന്നില്ല. അപ്പോൾ 11 തന്നെ അവനാണ് സാധ്യത. കാരണം നമുക്ക് ബൗളിങ് വലിയ പ്രശ്നമില്ലല്ലോ. കാരണം ബുംറ, അഷ്ദീപ്, വരുൺ ചക്രവർത്തി, പാണ്ഡ്യ 16 ഓവറായി. പിന്നെ 4 ഓവറിലേ ഉള്ളൂ. ഹാർദിക്, അക്സർ, വരുണ്, കുൽദീപ് ഈ രീതിയിൽ പോവുകയാണെന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ച ഒരു അബദ്ധം, കഴിഞ്ഞതിന് മുമ്പത്തെ മത്സരത്തിൽ കാണിച്ചൊരു അബദ്ധം, ശിവൻ ദുബൈക്ക് പന്ത് കൊടുക്കുക, ഒരു 6th ബൗളർ എന്ന രീതിയിൽ ശിവൻ ദുബൈ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ജയിക്കുമെന്ന് ഉറപ്പായ കളി ചുമ്മാ പരീക്ഷിക്കാനാണോ മറ്റേ ഒരു പ്രാക്ടീസ്. പക്ഷെ നമുക്ക് 6th ബൗളർ എന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല ഇവിടെ. 6th ബൗളർ എന്നൊരു ശരിയായി 6 അടിച്ചടിച്ച 6th ബൗളറിന്റെ ഒരു അഭാവം എന്ന് പറഞ്ഞൊരു പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് അഭിഷേക് ശർമ്മ ഉണ്ട് അത്യാവശ്യത്തിന്. അഭിഷേക് ഇതുവരെ ഈ വേൾഡ് കപ്പ് ഓടി ഏറിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അതൊരു പ്രശ്നം വെറുതെ പ്രശ്നമായിട്ടെന്ന് പറഞ്ഞോളൂ. പക്ഷേ കമ്മിങ് ബാക്ക് ടു ഇംഗ്ലണ്ട് സൈഡ്, നമ്മൾ ഇംഗ്ലണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഫിൽ സോൾട്ട്, ജോസ് ബട്ട്ലർ എന്ന് പറയുന്ന ആ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ഇംഗ്ലണ്ട് ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച് വന്നിരുന്നൊരു കോമ്പിനേഷൻ. പക്ഷെ അത് തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവർക്ക് വലിയ നിരാശയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബട്ട്ലറിന് ഏത് മത്സരത്തിൽ വേണം തിളങ്ങാൻ. ബിഗ് മാച്ച് പ്ലെയർ ആണ്. അങ്ങനെ ഒരു സെമി ഫൈനൽ സ്റ്റേജിൽ ഇംഗ്ലണ്ടിനെ തോളിലേറ്റാൻ ബട്ട്ലർ ചിലപ്പോൾ വിചാരിച്ചാൽ നടന്നാലും വലിയ അത്ഭുതമൊന്നുമില്ല. ഇംഗ്ലണ്ട് ബോളിംഗ് സൈഡിലേക്ക് വരുമ്പോഴേക്കും വരുന്ന പ്ലെയേഴ്സ് ഇപ്പോൾ നമ്മൾ ലെഡ് ബൈ ആർച്ചർ എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ വിൽ ജാക്സ് വന്ന് എറിയും, സാം കറൺ വരാൻ സാധ്യതയുണ്ട്, വുഡ് വരാൻ സാധ്യതയുണ്ട്. ഒരു ഗംഭീര ബോളിംഗ് സൈഡാണ് നമുക്കൊരു വുഡ്. പക്ഷേ ഞാൻ പറഞ്ഞത് വുഡിനൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ക്രൂഷ്യൽ പ്ലെയർ ഞാൻ ഈ പറഞ്ഞ ആദിൽ റഷീദ് ഇപ്പോഴും ഈ പറഞ്ഞ ഏത് പിച്ചിലും നന്നായി എറിയുന്ന, ഏത് പിച്ചിലും ബോൾ തിരിക്കുന്നൊരു ബോളറാണ്. നന്നായി എറിയും. പ്രത്യേകിച്ച് 2020-ലൊക്കെ റഷീദിനെ കളിക്കാൻ തന്നെ വലിയ പാടാണ്. ആദിൽ റഷീദ് നമ്മൾ ഈ ഇംഗ്ലണ്ടുകാർ ഇപ്പോഴും പറയുന്നുണ്ട്, അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട് ഇംഗ്ലണ്ടിന് സ്പിൻ അറ്റാക്ക് ഇന്ത്യയുടെ സ്പിൻ അറ്റാക്കിനെക്കാളും ബെറ്ററാണ് എന്ന് ഇംഗ്ലണ്ടിന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അത് ശരിയാണെന്ന് മനസ്സിലാവും അല്ലേ? കാരണം ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും നന്നായിട്ട് എറിഞ്ഞ ബൗളർമാരിൽ ഒന്ന് വിൽ ജാക്സൺ. ഈ പറഞ്ഞ വരുൺ ചക്രവർത്തി ഒരു 10 റണ്ണ് വിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിൽ ജാക്സൺ വന്ന് 4 കളിയിൽ മാൻ ഓഫ് ദി മാച്ച് മേടിച്ചാണ് പോകണം ബൗളിങ്ങിനെ കൊണ്ട് വരുന്നത്. പിന്നെ ആദിൽ റഷീദ്, ഈ 2 സ്പിന്നർമാരുണ്ട്. കഴിഞ്ഞ കളിയിൽ ഇറങ്ങിയ നമ്മളെ ഒരു കളിക്കാരനുണ്ട്, ആ പുള്ളി ഇന്ന് റഹാൻ അഹമ്മദ് ബാറ്റിംഗിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അത് ഭയങ്കര കോൺട്രിബ്യൂഷൻ. പക്ഷേ റഹാനെ മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ്. അല്ല, റഹാൻ അഹമ്മദിന് പകരമായിട്ട് ഓവർട്ടനെ കൊണ്ടുവരും. ഓവർട്ടനെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു പ്ലേസിനുള്ള ഒരു ഇംഗ്ലണ്ട് സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ടീമിന് മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ സൈഡിൽ അവർ അൺചേഞ്ച്ഡ് ആയിരിക്കില്ല, ടീമിന് മാറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ മുംബൈ സ്റ്റേഡിയത്തിൽ, ഇപ്പം വാങ്കഡെ സ്റ്റേഡിയമാണ്, അതായത് എന്താ പറയുക, ഇന്ത്യയുടെ ഓമന ഗ്രൗണ്ടാണ്. ആ ഒരു ഇന്ത്യയുടെ ഓമന ഗ്രൗണ്ട് 2011 വാങ്കഡയിൽ മറ്റേ ധോണി കപ്പ് ഉയർത്തുമ്പം നമ്മളിങ്ങനെ കണ്ടതാണ്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഈ ഇംഗ്ലണ്ട് ഇന്ത്യ T20 പോരാട്ടം 2 കളി ഓരോരുത്തരിങ്ങനെ ജയിച്ച് നിൽക്കുന്നൊരു ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് മറ്റേ ഫൈനൽ ജയിച്ച് ചെല്ലുന്ന അഹമ്മദാബാദിലോട്ടല്ലേ? അവിടെ അല്ലേ ഫൈനൽ? അഹമ്മദാബാദ് നമുക്ക് ഒട്ടും രാശിയില്ലാത്ത വരുന്ന ഒരു ഗ്രൗണ്ടല്ല സംഭവം. ഏറ്റവും വലിയ ക്രിക്കറ്റ് ഗ്രൗണ്ടൊക്കെ ആണെങ്കിലും ഫൈനൽ കളിക്കാൻ നേരത്ത് നമ്മൾ അവിടെ നിന്ന്, പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടിന് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്നും കടന്നു കൂടുന്നതാണ്. പക്ഷേ
ഇന്നലത്തെ പോലെ ഒരു ഏകപക്ഷീയമായ മത്സരമാണെങ്കിൽ ഒരു സുഖമില്ല, ഒരു ആവേശകരമായ മത്സരം വരണം. ഇന്നലെ സൗത്ത് ആഫ്രിക്കയിലേക്ക് നിലം പരിശാക്കി ഇന്നത്തെ വേറൊന്നും പറയാനില്ല. ഹൈലൈറ്റ്സ് കാണുന്നില്ലായിരുന്നു ന്യൂസിലൻഡിന്റെ കളി കണ്ടുകൊണ്ടിരുന്നത്. ന്യൂസിലൻഡൊക്കെ ഇങ്ങനെ കളിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ എന്തൊരടിയാണ് എഴുതി തള്ളിയ ടീമാന്നേ. ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്ക സെമി, സൗത്ത് ആഫ്രിക്ക അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞെടുത്തതെന്നാണ്. 14 ഓവറിൽ കളി തീർത്ത് വിട്ട് ചെറിയ പരിപാടിയല്ല അത് ഇന്നലത്തെ മത്സരം. പക്ഷേ ഇന്ന് ഇപ്പം ഇന്ത്യൻ സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മൾ വരുത്തിയൊരു അബദ്ധം വാഷിങ്ടൺ സുന്ദർ നമ്മൾക്ക് അല്ലെങ്കിൽ ഈ ടൂർണമെൻറ്റിൽ ഉണ്ടായ അഭിഷേകം അക്സർ പട്ടേലിനെ മാറ്റി വാഷിങ്ടൺ സുന്ദറിനെ കൊണ്ടുവന്ന ഒരു ചേഞ്ചാണ്. വാഷിങ്ടണിന് തിളങ്ങാൻ സാധിച്ചില്ല. അതോടെ പിന്നെ റിങ്കു സിംഗ് എന്ന് പറഞ്ഞൊരു ഫിനിഷറിൻ്റെ ആവശ്യമുണ്ട്. റിങ്കു ഗംഭീരമായിട്ട് ഫീൽഡ് ചെയ്തു, എന്നെ തർക്കമൊന്നുമില്ല, ഫീൽഡിങ്ങിൽ ഗംഭീരമായിരുന്നു. പക്ഷേ അത്രയും ഡെപ്തിലോട്ട് ബാറ്റിംഗ് പോകണില്ല. റിങ്കു കളിക്കുകയാണെങ്കിൽ ഇതിന് 3 പന്ത് 5 പന്തിൻ്റെയൊക്കെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സ്ലോട്ട് പകരം കൊണ്ടുവരുന്നു. ഞാൻ പറയുന്നത് ഇത്രയും ചേഞ്ചസ് അനിവാര്യമായി വന്നിരുന്നു. നെതർലാൻഡ്സ് വരെ ഇന്ത്യക്ക് ഒന്ന് സെറ്റ് ആവാൻ. ഇതിനകത്ത് എൻ്റെ ഒരു പ്രതീക്ഷ പറയുന്നത് ഇന്ത്യൻ ടീം ഇപ്പോൾ സെറ്റാണ്. അതായത് ഈ 11 മാറ്റാതെ നമ്മൾ ഇതുവരെ കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ച അതേ 11 ഇറക്കി ഇന്ന് കളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വേറെ മാറ്റാൻ ഈ പറഞ്ഞ കുൽദീപിനെ കൊണ്ടുവരണമെങ്കിൽ അവിടെ അക്ഷറിനെ വലിയ, പക്ഷേ അക്ഷറിനെ മാറ്റിയാൽ അവിടെ ഒരു ബാറ്റ്സ്മാനെ നമുക്ക് നഷ്ടപ്പെടും, ഒരു റിലയബിൾ ബാറ്റ്സ്മാനെ നഷ്ടപ്പെടും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എൻ്റെ ഇതിനകത്ത് ഞാൻ കാണുന്നൊരു സാധനം ഈ 165 ഒരു 165 റേഞ്ചിനകത്ത് അപ്പുറത്തോട്ട് ഇംഗ്ലണ്ട് ഈ വേൾഡ് കപ്പിൽ ഇതുവരെ പോയിട്ടില്ല. ഈവൻ അവർ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ പോലും ഇതുവരെ ആ ഒരു സ്കോറിനപ്പുറത്തേക്ക് പോയി ഇംഗ്ലണ്ടിന് പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കാര്യമായി ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നിര തിളങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനില്ലാന്നേ പറയും. അങ്ങനെ ഒരു ഭയങ്കര പെർഫോമൻസ് ഒന്നും അവർ കാഴ്ച വെച്ചിട്ടില്ല ഈ വേൾഡ് കപ്പിൽ ഇതുവരെ. പക്ഷെ നമ്മൾ ഇന്നലെ ന്യൂസിലൻഡ് കളി കണ്ടാണ്. പക്ഷെ അവർ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിട്ട് ഞാൻ കാണുന്നത് ഈ വേൾഡ് കപ്പിൽ 145 എടുത്തിട്ട് ശ്രീലങ്ക 95 ശ്രീലങ്ക അതും ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ശ്രീലങ്കൻ പിച്ചിൽ സ്പിന്നറിഞ്ഞാണ് ശ്രീലങ്ക ഇട്ട് പണിഞ്ഞത്. അതൊരു ഇംഗ്ലണ്ടിന്റെ ഈ വേൾഡ് കപ്പിൽ ഇതുവരെയുള്ള ഏറ്റവും ഗംഭീര പെർഫോമൻസ് അതാണ്. നേപ്പാളിൻ്റെ അടുത്ത് 4 റണ്ണാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര പെർഫോമൻസ് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിര ഇതുവരെ കാഴ്ച വെച്ചിട്ടില്ല. ഇന്ന് അതെങ്ങനെ സംഭവിക്കും എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇല്ല, ചുമ്മാ ഒരു പ്രഡിക്ഷൻ. നമ്മൾ 97 റണ്ണ് കണ്ടാണല്ലോ, 50 പന്ത് സഞ്ജുവിന് ഒരു മാജിക്കൽ ഇന്നിങ്സ്. സഞ്ജുവിൽ നിന്ന് നമ്മൾ ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? ഈ പറഞ്ഞ പോലെ ജോഫ്ര ആർച്ചർ ഒക്കെ ഒരു ഹേർഡിലായിട്ട് തട്ടിക്കളഞ്ഞ് വിൽ ജാക്സനെയും തട്ടിമറിച്ചിട്ടൊക്കെ പോകാൻ പറ്റുമോ? ഭയങ്കര നെഞ്ചെടുപ്പുണ്ട് സഞ്ജുവിന്റെ കളി കാണുമ്പോൾ, സ്വാഭാവികമാണ്. നമ്മൾ ഈ പണ്ട് സച്ചിൻ ബാറ്റ് ചെയ്യുന്ന കണ്ണൊക്കെ പൊത്തിന് ഇങ്ങനെയൊക്കെ വിരലൊക്കെ മാറ്റി നോക്കും, അതേപോലെയാണ് ഇത്. സത്യം പറഞ്ഞാൽ നമ്മൾ ടി വിയിൽ ഇങ്ങനെ പാളി നോക്കും, നേരെ നോക്കാതിരിക്കോ ഇത് സംഭവിക്കും എന്നുള്ള വേടിയിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നും സെഞ്ചുറി അടിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആർച്ചറും ഫിൽ സോൾട്ടും വിൽ ജാക്സും ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണല്ലോ. പക്ഷേ എങ്കിലും ഒരു നോട്ടബിൾ കോൺട്രിബ്യൂഷൻ സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ മാർക്കൂട്ടൊക്കെ എറിയാൻ വരുന്നുണ്ട്. വുഡിൻ്റെ ബോളൊക്കെ കളിക്കാൻ സ്പീഡുണ്ടെങ്കിലുമേ കളിക്കാൻ എനിക്ക് തോന്നുന്നു കുറേ കൂടെയൊക്കെ ആർച്ചറിൻ്റെ ഷോർട്ട് ബോളാണ്. പക്ഷെ വുഡ് അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കില്ല എന്ന് വിശ്വസിക്കാം. പക്ഷെ എന്നാൽ പോലും ഒരു ചരിത്രം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരം വരെ T20 ലോകകപ്പിൽ 150+ ഇന്ത്യ ചേസ് ചെയ്തിട്ടുള്ളത് 3 വട്ടമാണ്. കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് വരെ അത് 3 വിരാട് കോഹ്ലിയാണ്. 72, 82 നോട്ട് ഔട്ട്, 82 ഈ 3 മത്സരങ്ങളാണ്. അല്ലാതെ ഒരു 150 മുകളിൽ ഇന്ത്യ ചേസ് ഡൗൺ ചെയ്തത് വെസ്റ്റ് ഇൻഡീസിനെതിരായ കഴിഞ്ഞ മത്സരത്തിലാണ്. അത് താങ്ക്സ് ടു സഞ്ജു സാംസൺ. ഞാൻ പറയുന്നത് അല്ലാത്ത പക്ഷം ഇപ്പോൾ സഞ്ജു തിളങ്ങിയില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അപ്പുറത്തേക്ക് നിന്ന് കളിക്കാൻ ഇന്ത്യൻ താരങ്ങളില്ല എന്നൊരു വലിയ പ്രശ്നമുണ്ട്. സഞ്ജു നിന്ന് കളിക്കാൻ നമ്മൾ ആരും പ്രതീക്ഷിച്ചല്ല. പക്ഷേ എനിക്കൊന്ന് ആ ഒരു ദിവസം സഞ്ജു എടുത്തൊരു തീരുമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനിത് പറയാൻ കാരണം ഏതാണ്ട് 50 അടിക്കുന്നവരെയൊന്നും നമ്മളൊരു അനാവശ്യമായ ഒരു ഷോട്ട് സഞ്ജു, അതായത് ആദ്യം സംഭവിച്ച ആ ഇൻസൈഡ് എഡ്ജ് ആദ്യം അതല്ലാതെ വേറെ ഒരു മിസ് ഷോട്ട് സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് ആ കഴിഞ്ഞ കളിയിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ ഗതിയിൽ അറിയാലോ, ഒരു ഷോർട്ട് ബോൾ കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്ക്വയർ ലെഗിലോ ഡീപ്പ് മിഡ് വിക്കറ്റിലേക്കോ പോകുന്ന ഒരു ബോൾ, അങ്ങനെ ഒരു ഷോട്ടില്ല. അങ്ങനെ ഒരു ഹാഫ് ചാൻസ് എന്ന് പറയാവുന്ന ഒരു ഷോട്ട് പോലും സഞ്ജു കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല. അതൊരു പക്ക ഇന്നിങ്സ് ആയിരുന്നു. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ സന്യാസിമാരൊക്കെ തീരുമാനിച്ച പോലെ വന്ന് അവരുടെ ആ ഒരു ശാന്തതയോടെ സഞ്ജു കളിച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു. ഇന്ന് വേറെ കളിയാണ്, വേറെ സമ്മർദ്ദമാണ്.
വേറെ തരം ബൗളിംഗ് അറ്റാക്കാണ്. അത് തന്നെയാണ്. പക്ഷേ ടോസ് നിർണായകമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഈ ടോസ് കിട്ടുന്ന മറ്റേ ആള് ചേസ് ചെയ്യാൻ തീരുമാനിക്കുക എന്നല്ല. കാരണം ഈ ഡ്യൂ ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഉണ്ടായതുകൊണ്ട് ഡ്യൂ ഫാക്ടർ, പക്ഷേ ആ ഡ്യൂ ഫാക്ടറൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടുമോ ഇല്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. കാരണം ഇന്നലെ ഡ്യൂ ഫാക്ടർ കണ്ടാണ് ഡ്യൂവിന് കളിക്കാനുള്ള സമയം പോലും ഡ്യൂവിന് വന്ന് വീഴാനുള്ള സമയം കിട്ടിയില്ല, കുഴപ്പമില്ല. അല്ലെങ്കിൽ വലിയ പാടായിരിക്കും. ചേസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്, അല്ലാതെ ഒരു സ്കോർ ഡെഫിനറ്റ്ലി ചേസ് ചെയ്യാന്നുള്ളതാണ്. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ടൂർണമെന്റിൽ ഇതുവരെ ഇംഗ്ലണ്ട് ബാറ്റിംഗ് ടീം ഒരു 160 ആ ഒരു ലെവലിലേക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ആണ്. ഞാൻ തിരിച്ചൊരു ചെക്ക് വയ്ക്കും, അതായത് പോകാൻ തീരുമാനിച്ചാൽ നമ്മൾ തിരിച്ചൊരു ചെക്ക് വയ്ക്കുക. ഇപ്പം വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ എന്നെ വളരെ ഞെട്ടിച്ചൊരു ഡിസിഷൻ സൂര്യകുമാർ യാദവ് ചേസ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. കാരണം ഞാൻ കരുതിയത് ഇന്ത്യ ഒരു വലിയ ടോട്ടൽ ചേസ് ചെയ്ത് അല്ലെങ്കിൽ പടുത്തുയർത്തി, വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ മാഡൻ ടീമാണല്ലോ, സ്വാഭാവികമായിട്ടും അവർ തൊട്ടാ 6 ആണ്. അപ്പോൾ അവരെ റെസ്ട്രിക്ട് ചെയ്യുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ നേരെ വിപരീതമായിരുന്നു സൂര്യയുടെ തീരുമാനം. അപ്പോൾ ഇവിടെ ഇപ്പം ഇൻ കേസ് ഒരു ബാറ്റിംഗ് തീരുമാനിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലണ്ട് ആകെ നേപ്പാളിനെതിരെ ഒരു 184 അടിച്ച് ചോദിച്ചാൽ ബാക്കിയെല്ലാം 160 165 ഒക്കെ ഉള്ളിലാണ്. ഇൻ കേസ് ഒരു 190+ സ്കോർ അടിച്ച് സെറ്റിലാവാനുള്ളൊരു തീരുമാനം ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറ്റം പറയാൻ പറ്റുമോ? ഡ്യൂ ഫാക്ടർ ഉണ്ട്, പക്ഷെ അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇല്ല, ഒരിക്കലില്ല. അത് പക്ഷേ ഞാൻ പറയുന്നത് ടോസ് കിട്ടിയ ഒരിക്കലും ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഡെഫിനറ്റാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഈ ചേസിങ് ടീമിൻ്റെ ഒരു പ്രത്യേകിച്ച് വാങ്കഡയിൽ ചേസിങ് ടീമിൻ്റെ ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും ചേസിങ് ടീമിനായിരിക്കും. പക്ഷെ ബാറ്റിംഗ് ഇങ്ങനെ കിട്ടിയാൽ ഒരു 180+, അത് അത്രയെങ്കിലും ഇല്ലെങ്കിൽ നമുക്കൊരു ധൈര്യമായിട്ട് ഇംഗ്ലണ്ടിനെ പന്തറിയാൻ പറ്റത്തില്ല. കാരണം ഇന്നലത്തെ അവസ്ഥ അറിയാമല്ലോ. ഇന്നലത്തെ കളിയെ പറ്റി ഓർക്കുമ്പോഴാണ് നമുക്ക് അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയെ ചോക്കേഴ്സ് എന്ന് വിളിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ മാർക്രമിൻ്റെ ടീം മറുപടി പറഞ്ഞ പോലെ ആയിരുന്നു. എനിക്ക് സാൻഡറിൻ്റെ മുഖഭാവം ഇഷ്ടപ്പെട്ടു. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പോലെ കളി ജയിച്ച അടുത്ത കളി ഫൈനൽ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ നമ്മുടെ ഫിന്നലൻ മറ്റേ എക്സൈറ്റ്മെന്റ് കൊണ്ട് ബാറ്റൊക്കെ പൊക്കുമ്പോഴും സാൻഡർ ഇങ്ങനെ വെറുതെ ഇരിക്കുക. ഐതിഹാസിക ജയമാണ് സംഭവിച്ചോ എന്നുള്ള എനിക്കൊന്ന് ആ പുള്ളി കിളി പറന്നാന്ന് തോന്നുന്നത് കണ്ടിട്ട് ഇതെന്ത് സംഭവിച്ചെന്നറിയാതെ. പക്ഷേ പേടിക്കണം. ന്യൂസിലൻഡ് ഒന്ന് ഈ ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടീമാണല്ലോ ഇപ്പോൾ നമ്മൾ ഇവന്മാർ നടക്കൂലെന്ന് വിചാരിച്ചാലും ഇവന്മാർ ചിരിച്ചോണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ആരാണ് കെയ്ൻ വില്യംസിന്റെ ചിരിയായിരുന്നു, ഇപ്പൊ സാൻഡറിന്റെ ചിരിയാ പേടിക്കേണ്ടത്. നമുക്കെന്താ എന്തൊരു ടീമാണ്. ആ ഗ്ലെൻ ഫിലിപ്സ് ഒക്കെ ഉണ്ടല്ലേ, പ്രാന്താണെന്ന് ഏതിലെ കൂടെ പോടെ വാളൊക്കെ കൊണ്ട് പിടിച്ചെടുക്കുന്നത് അസാധ്യമായ മറ്റേ എന്താണ് ഒരു വേറെ തരത്തിലൊരു ഭയങ്കര ടീം സ്പിരിറ്റുള്ളൊരു ഭയങ്കര സ്പിരിറ്റ് കാണിക്കുന്ന ക്രിക്കറ്റിനോട് വരെ ഭയങ്കര സ്പിരിറ്റ് കാണിക്കുന്ന ഒരു ടീമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ആരാണ് എപ്പോഴാണ് കളിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴും അവർക്ക് ഒരു പ്ലെയർ ഉണ്ടാവുന്നത്. ഇന്നലെ ഇവന്മാർ രണ്ടുകൂടെ ബാറ്റി ഇറങ്ങിയിട്ട് കാണിച്ചതുപോലെ ആരെങ്കിലുമൊക്കെ അവിടെ ഫോം ആവും എന്നുള്ളതാണ്. ഇന്ന് ഈ കളി തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ടും സാറ്റ്നറും ബോളിങ് വരുന്ന ബോൾ ഏതാണെന്ന് നമുക്ക് ഇതിനെ പിടിയിട്ടിട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു സാൻഡറിന് ഇന്നലത്തെ പന്ത് ബോൾ ചെയ്ത് ടൈറ്റ് ആയതുകൊണ്ടാണ് രച്ചിൻ രവീന്ദ്രയ്ക്ക് ഇന്നലെ വിക്കറ്റ് കിട്ടിയെന്നാണ് രവീന്ദ്ര ഉൾപ്പെടെ പറഞ്ഞത്. അത് ഭയങ്കര കറക്റ്റ് ആയിട്ടൊരു അനാലിസിസ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ന്യൂസിലൻഡിനെ ഭയക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു എന്താ പറയുക, ഫിൽ സോൾട്ട്, ജോസ് ബട്ട്ലർ അടങ്ങുന്ന ബാറ്റിംഗ് യൂണിറ്റ് ഇംഗ്ലണ്ടിന് തിളങ്ങിയിട്ടില്ലെങ്കിൽ ബിഗ് മാച്ചസിൽ തിളങ്ങാൻ കഴിയുന്ന കെൽപ്പുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെയാണ് ബട്ട്ലറും ഫിൽ സോൾട്ടും ഒക്കെ. അവർ തിളങ്ങുമോ ഇല്ലോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യക്ക് കഴിഞ്ഞ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഉള്ള ആ ജയത്തിൻ്റെ മൊമെൻറ്റവുമായിട്ട് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോഴേക്കും വളരെ ഒരു ക്രാക്കർ ചാക്കർ കോൺടെസ്റ്റ് ഇന്ന് 7 മണിക്ക് വാങ്കഡയിൽ പ്രതീക്ഷിക്കാം. ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ന്യൂസിലൻഡിനെതിരെ ഫൈനൽ ഇന്ന് 8-ാം തീയതി രാത്രി 7 മണിക്ക് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലും കാണാം. എന്തായാലും വലിയ പ്രതീക്ഷകളോടെ തന്നെയാണ് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ആരാധകരും വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിൽക്കുന്നത്. ഒരു മികച്ച മത്സരം കാണുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.